മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹ വന്ദനം. നമുക്ക് ആത്മാർത്ഥമായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. പെന്തക്കോസ്ത ദിവസത്തിൻ്റെ ഒരുക്കത്തിനായി ഏറ്റവും അടുത്ത ഈ ഒരുക്ക ദിവസങ്ങൾ കൂടുതൽ കൃപാപൂർണമാകുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചോദിച്ച് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ രണ്ടാമത് വരിക ബുദ്ധി ആണ്. ബുദ്ധിയുടെ തലങ്ങളെപ്പറ്റി പലപ്പോഴും ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അവൻ ബുദ്ധിമാനാണ്, അവൾ ബുദ്ധിമതിയാണ്. പക്ഷെ എന്താണ് ബുദ്ധി എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടും ഒരുപക്ഷെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാവാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 47-ാം തിരുവചനം ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധി ശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. ഈശോയെ പറ്റിയാണ് പറയുക. ചില വ്യക്തികളുടെ സംഭാഷണ ശൈലികൾ, ചിലരുടെ പ്രവൃത്തിയുടെ ശൈലികൾ, ചിലരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്ന വഴികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, വളരെ ബുദ്ധിപൂർവം അത് കൈകാര്യം ചെയ്തു. ബുദ്ധി എന്ന തലത്തെപ്പറ്റി മനഃശാസ്ത്ര പണ്ഡിതന്മാരും നരവംശ പണ്ഡിതന്മാരും ഒക്കെ ഒത്തിരിയേറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ചിലരൊക്കെ ചില അഭിപ്രായങ്ങൾ, ബുദ്ധി എന്ന അവസ്ഥയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടത് വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യുക്തിസഹമാക്കുന്നതിനും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകുന്നതിനുമുള്ള അറിവും കഴിവുകളും പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രയോഗിക്കുവാനുമുള്ള കഴിവാണ് ബുദ്ധി. പിന്നെ ഒന്ന് പറയുക, ബുദ്ധി എന്നത് മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനുമുള്ള കഴിവാണ്. ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ വായിക്കാനായിട്ട് പറ്റും: പുതിയ കാര്യങ്ങൾ അറിയുവാനും അത് ഓർത്തു വെച്ച് ഉപയോഗിക്കുവാനും കാര്യങ്ങൾ നിർണയിക്കുവാനും പ്രയോഗിക്കുവാനും ചിന്തിക്കുവാനും പരിസരങ്ങളുമായി ഇണങ്ങിച്ചേർന്ന് പോകുവാനുമുള്ള കഴിവാണ് ബുദ്ധി. അപ്പോൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കൃപയാണ് ബുദ്ധി. മനുഷ്യർ വിശേഷ ബുദ്ധിയുള്ള സ്പീഷ്യസ് ആണെന്നാണ് പറയുക. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ട രീതിയിൽ ക്രമീകരിച്ച് കൊണ്ടുപോകുവാനും ഒക്കെയുള്ള കഴിവ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്രഷ്ടാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിയുടെ തലത്തെ ദൈവത്തിൻ്റെ വലിയ ദാനമായി കാണുവാനായിട്ട് നമ്മൾ മടിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞ് ബുദ്ധിയുടെ തലങ്ങളെ നമ്മൾ നിർമ്മലതയോടെയും നിർമ്മമതയോടെയും കൂടെ അത് ഉപയോഗിക്കുകയും സഹോദരങ്ങൾക്ക് അനുഗ്രഹമാവുന്ന രീതിയിൽ അത് ക്രമീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് അനുഗ്രഹമായി മാറുകയാണ്. നമുക്കറിയാം, സദ്ബുദ്ധിയുണ്ട്, കുബുദ്ധിയുണ്ട്. സദ്ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും കുബുദ്ധികൾ അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നു, അതേസമയം തന്നെ അത് അപരന് അനുഗ്രഹമല്ലാതെയും മാറുവാനായിട്ട് ഇടയുണ്ട്. ഈ ദിവസങ്ങൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കിരുന്നൊന്ന് ആലോചിച്ച് നോക്കാം. പരിശുദ്ധാത്മാവ് എനിക്ക് ദാനമായി നൽകിയ ബുദ്ധി, അത് സച്ചിന്തകളോടുകൂടി നിർമ്മലതയോടുകൂടി നിർമ്മമതയോടുകൂടി
അപരർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് അനുഗ്രഹമാകത്തക്ക രീതിയിലാണോ ഞാൻ ഉപയോഗിക്കുന്നത്, അതോ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ കഴിവും കൃപയും നിറവും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മോശമായി ഭവിക്കുന്നുണ്ടോ? ഈ പെന്തക്കോസ്താദിന് നമ്മളെ ക്ഷണിക്കുന്നത് നന്മയുടെ നിറകുടങ്ങളും അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യങ്ങളുമായിട്ട് ആയി മാറുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. അതിനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്കെല്ലാവർക്കും നൽകട്ടെ. കൂടുതൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.